പഴയങ്ങാടിക്കടുത്ത് ഹനുമാരമ്പലം റോഡിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് അപകടം നടന്നിട്ടുള്ളത്. അയ്യപ്പ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 7 മണിയോടുകൂടി നിയന്ത്രണം വിട്ട ബസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. അതുപോലെ തന്നെ സമീപത്തെ മതിലിലും ഇടിച്ചതിന് ശേഷം ഇവിടെ സമീപത്തെ ഒരു പറമ്പിലേക്ക് മറിയുകയാണ് ഉണ്ടായിരുന്നത്. ഭാഗ്യം ഒന്നുകൊണ്ട് തന്നെ കൂടുതൽ പരിക്കേൽക്കാതെ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് നാട്ടുകാരുടെ ഇടപെടൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. അവരാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ ഏകദേശം 26ഓളം ആളുകൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. കർണാടകയിലെ ഹസനിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഇവർ ശനിയാഴ്ചയാണ് ദർശനം കഴിഞ്ഞിട്ട് മടങ്ങിയത്. ഇന്ന് രാവിലെ 7 മണിക്ക് ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നു കൂടി നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. എന്തായാലും പ്രദേശവാസികൾ, ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏട്ടാ നമസ്കാരം. എന്തായിരുന്നു സംഭവിച്ചത്? ഞങ്ങൾ ഒരു 7 മണി സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കരപ്പെട്ട ഒരു ശബ്ദം റോഡിൽ കേട്ടു. ആ സമയത്ത് തന്നെ വീട്ടിലത്തെ കറണ്ടും പോയി. അതായത് ഹെവി ലൈനിൻ്റെ കമ്പികൾ തമ്മിലടിച്ചിട്ട് അന്ന് കറണ്ട് പോയെന്ന് മനസ്സിലാക്കാം. ചാടി ഈ ശബ്ദം കേട്ടിടത്തേക്ക് ഓടിയെത്തുമ്പോൾ ശബരിമല ദർശനം കഴിഞ്ഞ് വരുന്ന ഒരു മിനി ബസ് മതിലിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് ഓടിച്ചിട്ട് ഒരു പറമ്പിലേക്ക് മുഖം കുത്തിയ ഒരു ഭാഗം ചെരിഞ്ഞ് കിടക്കുന്ന രീതിയാണ്. അതിൽ നിന്നുള്ള കുട്ടികളും ഇവരൊക്കെ ബഹളം കേട്ട് ഞങ്ങൾ ചാടി എത്തുകയും അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള സഹായം പരിസരവാസികളും ആ സമയത്ത് തന്നെ റോഡിലേക്ക് കൂടി വന്നിട്ട് മറ്റ് വാഹനങ്ങളിലേക്ക് ജീവനക്കാരും എല്ലാം സജീവമായിട്ട് തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ശബരിമലക്ക് ഹാസൻ എന്ന് പറയുന്ന കർണാടകത്തിലേക്ക് തിരിച്ചു പോകുന്ന സ്വാമിമാരുടെ സംഘമാണ്. ഏകദേശം 10-25ഓളം കുട്ടികളടക്കമില്ല ആൾക്കാർ, മുതിർന്നവരും കുട്ടികളും അടുത്ത് 25ഓളം ആൾക്കാർ യാത്രക്കാർ അതിലുണ്ടായിരുന്നു. 2 പേർക്ക് പരിക്ക് ഉണ്ടായിരുന്നു. അവരെ 2 പേരെയും ഉടൻ ആംബുലൻസ് വിളിച്ച് വരുത്തിയിട്ട് അവരെ ആസ്പത്രിയിലേക്ക് വിടുകയും ചെയ്തു. പോലീസിനും വിവരം നമ്മൾ നൽകി. പരിയാരം പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഏകദേശം 25ഓളം പേരിൽ ബസ്സിലുണ്ടായവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള പരിക്കുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് അധികം പരിക്കേറ്റ ബസ് ഡ്രൈവർ നന്ദീഷ്, അതുപോലെ തന്നെ നാഗരാജ് എന്നിവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു. എന്തായാലും അപകടം നടന്ന ഉടനെ 2 ഇലക്ട്രിക് പോസ്റ്റ് തകർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ KSEBയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പം KSEBയിലെ ജീവനക്കാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എന്തായിരുന്നു KSEBയുടെ ഒരു നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. എന്താണ് സാറിന് പറയാനുള്ളത്? പഴയങ്ങാടി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ അമ്പലം റോഡ് ട്രാൻസ്ഫോമറിൻ്റെ പരിധിയിലാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഇലക്ട്രിക് പോസ്റ്റ് അടിച്ച് തകർത്തത് കൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റും അത് കാണുന്ന ലൈനടക്കം ഈ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നുണ്ടായത്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടുന്ന് നാട്ടുകാർ വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സബ്സ്റ്റേഷനിൽ, അതായത് HT ലൈൻ ഓഫ് ആയിക്കൊണ്ട്, അതായത് മണ്ടൂർ ഫീഡറാണ് കടന്നു പോകുന്നത്, ആ മണ്ടൂർ ഫീഡർ അന്നേരം തന്നെ ഓഫാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ KSEBയുടെ പഴയങ്ങാടിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ആ ഇടപെടൽ ഉണ്ടായത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആ ഒരു സമയത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരന്തങ്ങൾ ഒന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് KSEBയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ പിലാത്തറ പാപ്പിൻശ്ശേരി KSTP റോഡ് എന്ന് പറയുന്നത്. നിരവധി അപകടങ്ങൾ, 100-ലധികം ആളുകൾ മരണപ്പെട്ട സംഭവം ഉൾപ്പെടെ KSTP റോഡിൽ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയ്യപ്പ ഭക്തന്മാർ ഇവിടെ നിന്നും രക്ഷപ്പെട്ടുള്ളത്. സ്വാമി, പേരെന്താ? ശുവ. എന്നാ സംഭവിച്ചത്? ಸರ್ ಏನಿಲ್ಲ, ಬೆಳಗ್ಗೆ 6 ಗಂಟೆ ಬರ್ತಿದ್ವಲ್ಲ, ಏನೋ ಲಾರಿ ಅಡ್ಡ ಬಂತು ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಡ್ರೈವರ್ ಒಂದು ಸ್ವಲ್ಪ ರೈಟಿಗೆ ಹೇಳಿದ್ದಾರೆ. എത്ര ആൾ പരിക്കേറ്റ്? 26 ಜನ ಬರ್ತಾಯಿದ್ವು. ಅಂದರೆ ಯಾರು ಏನು ತೊಂದರೆ ಆಗಿಲ್ಲ. ഇല്ല. എന്തായാലും പരിക്കേറ്റവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും അവർ ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വലിയ അപകടം ഒഴിവായതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.